ശ്രീ പ്രേമേന്ദ്രനിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ചെറിയ സംശയം, ഈ ചർച്ചകളിൽ നേരത്തെ തന്നെ വന്നതാണെങ്കിൽ പോലും ശ്രീ പി എസ് ശ്രീധരൻപിള്ള, താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ പോലും അമ്പരപ്പും അതൃപ്തിയും ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നില്ല ഇത്. ഒരുപക്ഷെ അത് പരിഹരിച്ചിട്ടുണ്ടാകാം. എങ്കിൽ പോലും എല്ലാവരിലും ഒരു അതൃപ്തിയോ അമ്പരപ്പോ അവിശ്വസനീയതയോ ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ നിങ്ങൾ തുടങ്ങി വെച്ചു, ഞങ്ങളത് മനോഹരമായി പൂർത്തിയാക്കി എന്ന മട്ടിലാണെങ്കിൽ ശരിയാണ്, എന്തോ ചില തെറ്റുകൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ തുറന്നു തന്ന വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നു, ഇന്ന് ഞങ്ങളെ കുറ്റം പറയാൻ നിങ്ങളാരും ശ്രമിക്കേണ്ട എന്നാണോ ഒരു മറുപടി, പ്രത്യേകിച്ച് ഇന്ത്യൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഈ ചോദ്യങ്ങൾ ഉള്ളപ്പോൾ? ഞാൻ ഉണ്ടെങ്കിൽ അറിയേണ്ടതാണ്. ഞാനതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ല. അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സമ്പത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ ഇതെല്ലാം. ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നം എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ ഒന്നൊന്നായി ട്രൈബ്യൂണലുകളും മറ്റും സ്ഥാപിച്ചിട്ട് കവർന്നെടുക്കുകയാണ്. അതിലേക്ക് പഴയ ജഡ്ജിമാരെ നിയമിക്കുകയാണ്. ആ നിയമനം എല്ലാം വേണ്ട എന്നുള്ള നിയമനിർമ്മാണം ഉണ്ടായ ഏറ്റവും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 21 പേരിൽ 18 പേരും ഓരോ ചുമതലകൾ വഹിക്കുന്നു എന്ന് പറയാൻ ഇടയായിട്ടുള്ളത്. അതൊരിക്കലും ജുഡീഷ്യറിക്ക് ആ പദവി സമ്പത്ത് ഒരു നിമിഷം, ആ പദവിയിൽ അത്തരം ട്രൈബ്യൂണലുകളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വിരമിച്ച ന്യായാധിപന്മാർ വരുന്ന ഒരു കീഴ്വഴക്കത്തിലേക്ക്, ശീലത്തിലേക്ക് ഗവർണർ കൂടി വന്നു ചേരുന്നു എന്നാണ് വരാൻ പോകുന്നൊരു രീതി. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇതേ ദിവസമാണ് സ്ഥാനമൊഴിഞ്ഞുപോയ ഗവർണർ ഷീല ദീക്ഷിത് പറയുന്നത് രാജിവെപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അതും കൂട്ടി വായിക്കണ്ടേ? നിലവിലുണ്ടായിരുന്ന ഗവർണറെ പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക, പുതിയ ഗവർണറായി ആരും പ്രതീക്ഷിക്കാതെ നിൽക്കെ സുപ്രീം കോടതിയുടെ വിരമിച്ച ചീഫ് ജസ്റ്റിസ് തന്നെ വരികയും ചെയ്യുന്നു. അല്ല, അങ്ങനെ അവരുടെ മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വളരെ വിഷമം ഉണ്ടാവും. കാരണം അവിടെ ഷുഗ്ലു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ട് പ്രോസിക്യൂഷൻ ഇടപെടൽ ക്യാബിനറ്റ് തീരുമാനിച്ചതാണ്. ആ ക്യാബിനറ്റ് തീരുമാനിച്ച അവരെ ഗവർണറായിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഗവർണറായിട്ട് കൊണ്ടുവന്നപ്പോൾ പ്രോസിക്യൂഷൻ നടപടികൾ ഡെഫർ ചെയ്യാൻ സാധിക്കും, മാറ്റിവെക്കാൻ സാധിക്കും. ഗവർണറായിരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ പാടില്ല. അതുകൊണ്ട് അതിനുവേണ്ടി കോൺഗ്രസ് ചെയ്തതാണ്. അന്നാണ് നമ്മൾ വിവാദം ഉണ്ടാക്കേണ്ടിയിരുന്നത്. അന്ന് ഇവിടെ പോയി സി പി എം എന്ന് പറയുന്ന പ്രധാന കക്ഷി വളരെ കുറ്റകരമായ മൗനത്തിലായിരുന്നില്ല. ഞങ്ങൾ പ്രതിഷേധിച്ചല്ല പാടില്ല എന്ന്. അതുകൊണ്ട് നീതിബോധമുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പം കുറ്റകരമായ മൗനം പാലിക്കുക. ഇപ്പം കിട്ടുന്ന അവസരത്തിൽ നരേന്ദ്രമോദി അടിക്കാൻ വടിയായിട്ട് ഇത് കിട്ടിയപ്പം അനാവശ്യമായി വടി ഉപയോഗിക്കുകയാണ്. രണ്ടാമത് താങ്കൾ പറഞ്ഞാൽ അമിത്ഷായുടെ കാര്യം, ആ കേസ് റദ്ദ് ചെയ്തിട്ടില്ല. ഇത് ഒരു കണ്ടീഷൻ കിടക്കുന്ന ഒരു കണ്ടീഷൻ 6 മാസം ഒരു കണ്ടീഷൻ പാലിച്ച ശേഷം അത് റദ്ദ് ചെയ്തത് ആക്ഷേപമായി കൊണ്ടുവരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സഹതാപമേ ഉള്ളവരോട്. അവർ പറയുന്നത് ശരിയല്ല. കാരണം ഒരു കണ്ടീഷൻ മാറ്റി ഡിലീറ്റ് ചെയ്തു, ഇതാണ് ചെയ്ത അബദ്ധം. അതിൻ്റെ പേരിൽ പോലും ആക്ഷേപം. അങ്ങനെയാണെങ്കിൽ അച്യുതാനന്ദൻ കൊടുത്ത കേസിൽ ഈ ജസ്റ്റിസ് സദാശിവമാണ് ബാലകൃഷ്ണപിള്ള ശിക്ഷിച്ചത്. വിട്ട കേസാണ്. എല്ലാ നിയമോപദേശം അതായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാം കൊട്ടിക്കൊഴിച്ചില്ലേ? സമ്പത്തിൻ്റെ പാർട്ടി കൊട്ടിക്കൊഴിച്ചില്ലേ? ഈ സദാശിവൻ ജഡ്ജി ഇദ്ദേഹമല്ലേ ആ വിധി ഉണ്ടായത്? അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ബാലകൃഷ്ണപിള്ള അന്ന് ആക്ഷേപം ഉന്നയിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരവാദ നിലപാടുകൾ ഒരു പാർട്ടിക്കും ശരിയല്ല. സമവായം ഉണ്ടാകണം. സമവായത്തിൽ കൂടെ നമുക്കിത് മാറ്റണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ റിട്ടയർഡ് ജഡ്ജിമാരുടെ കാര്യത്തിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി ശ്രമിക്കട്ടെ. BJP അതിന് ആരോടും സമവായ അന്തരീക്ഷത്തിൽ പോകാൻ എല്ലാവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അവസാനമായി സമ്പത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജുഡീഷ്യറിക്ക് മേൽ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ BJP കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട് എന്ന് താങ്കളും പറഞ്ഞു, പ്രേമേന്ദ്രനും സൂചിപ്പിച്ചു. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വിലയിടിച്ച് കാണുന്നതോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതോ നമ്മുടെ പരമോന്നത നീതിപീഠത്തിലിരിക്കുന്ന ന്യായാധിപന്മാരെയല്ലേ. ഇത്തരം സ്വാധീനങ്ങൾക്ക് അപ്പാടെ വഴങ്ങുന്നവരാണ് എന്നൊരു പൊതുബോധത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടല്ലേ ഇങ്ങനൊരു പദവി കിട്ടിയാൽ അല്ലെങ്കിൽ നാളെ ഈ പദവി കിട്ടും എന്ന മട്ടിലേക്ക് സർവീസിലിരിക്കുന്ന കാലത്ത് ന്യായാധിപന്മാർ മാറും എന്നൊരു മുൻവിധി നമ്മുടെ മുമ്പിലേക്കും വരുന്നുണ്ടോ? ഈ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ റിട്ടയർമെൻറ്റിൻ്റെ കാലാവധി അടുത്തു വരുമ്പോഴേ പിന്നെ ഈ പെൻഷൻ പേപ്പറെല്ലാം ശരിയാക്കാൻ വേണ്ടിയുള്ള വെപ്രാളം ഒരു ഭാഗത്തും, ഈ ഉന്നതരായ IAS ഉദ്യോഗസ്ഥരാണ് എങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അഡ്വൈസർമാരായിട്ടൊക്കെ എവിടെയെങ്കിലും ലാവണങ്ങൾ തരപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമവും നടത്തുന്നുണ്ട് എന്നുള്ളതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ആരും മൂടി വെക്കണ്ട. ജുഡീഷ്യറി ഇതൊന്നും ഇല്ല എന്നാരും പറയേണ്ടതില്ല. നാഷണൽ കമ്മീഷൻ ഫോർ ദ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സിൻ്റെ ചർച്ചയിൽ അവിടെ നിരവധി പാർലമെൻറ്റ് അംഗങ്ങൾ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ മാത്രം ഈ റിട്ടയർ ചെയ്ത ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ സുപ്രീം കോടതി ജഡ്ജിമാരെ, ഹൈക്കോടതി ജഡ്ജിമാരെ എല്ലാം ഇങ്ങനെ ട്രിബ്യൂണലിലേക്ക് കൊണ്ടുവരുന്നത്? അവർക്ക് ട്രിബ്യൂണൽ ഇവിടെ നല്ല കുട്ടികൾ, നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ ഇന്ന് ലോകത്തുള്ള പുതിയ നിയമ സംവിധാനങ്ങൾ അതെല്ലാം പഠിച്ച് ആ കുട്ടികൾ കടന്നു വരുന്നുണ്ട്. അവരെല്ലാം തന്നെ വാസ്തവത്തിൽ അവരൊക്കെയാണ് അവരോളം വാസ്തവത്തിൽ വിജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത ഈ ജുഡീഷ്യൽ ഓഫീസർമാരുടെ മുമ്പിൽ അഭിഭാഷകരുടെ കുപ്പായവും അണിഞ്ഞുകൊണ്ട് പോയി കേസ് വാദിക്കേണ്ടി വരുന്നത്. എന്നിട്ട് ഇവർ പറയുകയാണ്
I am tired. I am not at all tired. I am retired but not tired. ഞാൻ റിട്ടയർ ചെയ്യുന്നു, പക്ഷെ ഞാൻ ക്ഷീണിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ലാവണം കണ്ടെത്തുക. ഇവിടെ ഈ നാഷണൽ കമ്മീഷൻ ഫോർ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് ഈ ട്രിബ്യൂണലുകളെ കൂടി അതിൻ്റെ പരിധിയിൽപ്പെടുത്തണമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നിരവധി പാർലമെന്റ് അംഗങ്ങൾ, BJP പാർലമെന്റ് അംഗങ്ങളൊക്കെ ആവശ്യപ്പെട്ടത്. പക്ഷേ ഗവൺമെന്റ് അതിന് തയ്യാറായില്ല. ഇവിടെ ശ്രീധരൻപിള്ള സാർ പറഞ്ഞല്ലോ, ട്രിബ്യൂണലുകൾ പലതും വരുന്നു. ട്രിബ്യൂണലുകൾ നേരത്തെ UPA ഗവൺമെന്റ് ആയാലും ഇപ്പോഴത്തെ BJP ഗവൺമെന്റ് ആയാലും നിയമ സംവിധാനത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരുന്നത് കൊണ്ട് ട്രിബ്യൂണലുകൾ പലതും വരികയാണ്. ഈ ട്രിബ്യൂണലുകളിലാണോ റിട്ടയർ ചെയ്ത ജഡ്ജിമാരെ പാർക്ക് ചെയ്യേണ്ടത്? ഗവർണർ പദവി പോലും ഇത്തരത്തിൽ പല രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിരമിച്ചവരെയും ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെയും പാർക്ക് ചെയ്യാനും ഇത്തരത്തിൽ റിട്ടയർ ചെയ്യുന്ന ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന ഒരു നിലയിലേക്കായി ആളുകൾ കണ്ടാൽ മറ്റവരുമായിട്ടാണ് താരതമ്യം ചെയ്യുക. ഞാൻ പറഞ്ഞ ആളുകളുമായിട്ടാണ് താരതമ്യം ചെയ്യുക. ഇദ്ദേഹം വാസ്തവത്തിൽ പൊതുസമൂഹം ഒരു ദിവ്യത്വം, ഒരു പരിഭാവനത, ആ വിധത്തിൽ ഒരു ഉത്തമമായ ശൃംഖത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എല്ലാവരും കാണുക. ഞാനും ശ്രീധരൻപിള്ള സാറും പ്രേമേന്ദ്രനും എല്ലാം അഭിഭാഷകരായി അല്ലെങ്കിൽ അഭിഭാഷകരായിരുന്നവരും പൊതുരാഷ്ട്രീയ രംഗത്തേക്ക് നിന്നുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല പൊതുസമൂഹം അടക്കം ആ വിധത്തിലാണ് ചീഫ് ജസ്റ്റിസിനെ കാണുക. ഇവിടെയാണ് കുഴപ്പം. ഈ ഒരൊറ്റ പോയിന്റിൽ നമുക്ക് നിർത്താം ശ്രീ PS ശ്രീധരൻപിള്ള. കാരണം നിലവിൽ ഗവർണർ പദവി എന്നത് രാഷ്ട്രീയക്കാർക്ക് വിരമിക്കുന്ന കാലത്ത് സുഖമായി അവരുടെ അവസാന കാലത്തെന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ കഴിഞ്ഞുകൂടാനുള്ള ഒരു പദവി പോലെയായി ഏതാണ്ട് എല്ലാ കാലത്തും കുറേ പാർട്ടികളും ഭരണമുന്നണികളും ഒക്കെ ചേർന്ന് ആക്കി തീർത്തിടത്താണ് നമ്മുടെ സുപ്രീം കോടതിയുടെ പരമോന്നത ന്യായാധിപനായിരുന്ന ഒരാളെ പോലും ആ ഗണത്തിലേക്ക് നിർഭാഗ്യവശാൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ അത് അദ്ദേഹം അത്രമേൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ നമ്മൾക്ക് ഓർക്കാം. കാരണം ഇവിടെ തന്നെ പല ഘട്ടങ്ങളിലും ഗവർണറായി പോവുക, തിരികെ വരിക, സൗകര്യം പോലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരിക, വീണ്ടും മടങ്ങുക, ഈ നിലയിൽ ഇതിനെ ദുരുപയോഗിക്കുകയോ മാറ്റുകയോ ചെയ്തൊരു കാലത്തേക്ക് നിർഭാഗ്യവശാൽ വേണ്ടിയിരുന്നോ എന്ന ചോദ്യം. അതാണ് ഈ പറഞ്ഞ ട്രൈബ്യൂണലുകളെ അടക്കം കാലോചിതമായി പരിഷ്കരിക്കുന്നതിലേക്ക് ഒരു നിലപാടിലേക്ക് BJP അടക്കം കേന്ദ്ര സർക്കാർ അടക്കം പോകുന്നതിന് ഒരു സാധ്യതയും കാണുന്നില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ. അതാണ് സമ്പത്ത് സൂചിപ്പിച്ച വിമർശനം. ശരത്ത്, സമ്പത്ത് പറഞ്ഞ ഈ സദാശിവത്തെ പറ്റിയുള്ള വിമർശനം ആ ആംഗിൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കാര്യങ്ങൾ ഒരുപാട് സക്രിയമായ കാര്യങ്ങളുണ്ട് നമ്മുടെ ജുഡീഷ്യറിയിൽ. ട്രൈബ്യൂണലുകളെ, റീ അപ്പോയിൻമെൻറ്റ്സ്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സക്രിയമായ നിർദ്ദേശങ്ങളാണ് ശ്രീമാൻ സമ്പത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ അതിൻ്റെ കുറേ കൂടി വലിയൊരു ക്യാൻവാസിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അത് ചെയ്യാം. ഈ സമ്പത്ത് ഇപ്പോഴേ ഈ സദാശിവം എന്നത് മാത്രം ഒരു ഇടുത്തി പോലെ നിബന്ധിച്ചതായി പറഞ്ഞുകൊണ്ടുള്ള ആരോപണം വാസ്തവത്തിൽ ദൗർഭാഗ്യകരമാണ്. അത് ഒഴിവാക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. മറ്റു കാര്യങ്ങൾ തീർച്ചയായിട്ടും സമ്പത്ത് അത് പഠിച്ചു പറഞ്ഞ കാര്യങ്ങളോടൊക്കെ തന്നെ എനിക്കും വ്യക്തി എന്നുള്ള നിലയിൽ, അഭിഭാഷകൻ എന്ന നിലയിൽ യോജിപ്പാണുള്ളത്. ബാർ അസോസിയേഷൻ്റെ തീരുമാനങ്ങളെയും ഞാൻ ഉൾപ്പെടുന്ന ഹൈക്കോടതി ബാർ അസോസിയേഷൻ്റെ തീരുമാനങ്ങളൊക്കെ ഞങ്ങളൊക്കെ അംഗീകരിക്കേണ്ടവരാണ്. ആ സക്രിയമായ തലങ്ങളെ ഞാൻ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും P സദാശിവം എന്ന വ്യക്തിയല്ല, അദ്ദേഹം ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ചിരുന്നയാളാണ്, വിരമിച്ച ആളാണ്. ആ ആദരണീയമായ വ്യക്തിത്വത്തെയാണ് അല്ലെങ്കിൽ ആ സ്ഥാനം അലങ്കരിച്ച ആളെയാണ് ഈ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അത് എത്രമാത്രം ആശാസ്യമാണെന്ന ചോദ്യം ഉയരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരവ് ജുഡീഷ്യറിയെ സംബന്ധിച്ച ഈ പുതിയ ആലോചനകൾക്കും കാലോചിതമായ പരിഷ്കാരത്തിനും ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമാകുന്നുവെങ്കിൽ അത് ഗുണകരമായി താങ്കൾ എടുക്കുമോ? ഇപ്പോൾ ശ്രീ PS ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ട്രൈബ്യൂണൽ അടക്കം പരിഷ്കരിക്കണം, ഇത്തരം റിട്ടയർമെൻറ്റ് വേക്കൻസിയിലേക്ക് ആളുകളെ തള്ളിക്കയറ്റരുത്. ഇത് ശരത്തെ, അതിന് റിട്ടയർഡ് ജസ്റ്റിസ് സദാശിവം തന്നെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെ കേരളത്തിലെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത്, വേറെ ഏത് സംസ്ഥാനം അവിടെ, കേരളമല്ല ഏത് സംസ്ഥാനമായാലും ഞാൻ ഇതേ അഭിപ്രായം തന്നെയാണ്. അത് CPIMൻ്റെ അഭിപ്രായം CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ വാസ്തവത്തിൽ അഭിഭാഷകരായിട്ടുള്ള ആർക്കും ഈ ഒരു കാര്യത്തോട് വാസ്തവത്തിൽ യോജിക്കാൻ കഴിയില്ല. ശ്രീധരൻപിള്ള സാറ് BJPയുടെ നേതാവെന്നുള്ള നിലയിൽ സാറ് എന്ത് പറഞ്ഞിരുന്നു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും നീതിന്യായ സംവിധാനങ്ങളെക്കുറിച്ചും പ്രേമചന്ദ്രനെയും എന്നെയും നന്നായി അറിയാവുന്ന ആളാണ് ശ്രീധരൻപിള്ള സാർ എന്നുള്ള നിലയിൽ ശ്രീധരൻപിള്ള സാറിനോട് മാനസികമായി ഇക്കാര്യത്തോട് വിയോജിപ്പുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വിശ്വാസം മാത്രമല്ല, സാറിന്റെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ രാഷ്ട്രീയമായ പല കാര്യങ്ങളിലും തർക്കങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിവിടെ ഒരു വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഇന്നത്തെ ഗവൺമെൻറ് ഒരു ചലഞ്ചായി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ നീതിന്യായ രംഗത്ത് പരിഷ്കരണങ്ങൾ നടത്തുന്നതിനു വേണ്ടി പുതിയ റിപ്പോർട്ടടക്കം തയ്യാറാക്കുകയും സാറ് തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ളൊരു കാര്യമുണ്ട്. അതെന്താണ്? നമ്മുടെ ജുഡീഷ്യറിയിലേക്ക് അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത്. ഇപ്പം നമുക്കൊരു ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് ഇല്ല.
IAS പോലെ IFS IPS സിവിൽ സർവീസ് UPSC അങ്ങനെ അപ്പോൾ അവിടെ ആ പരീക്ഷ നടത്തി ഇന്റർവ്യൂ നടത്തി അത്തരത്തിൽ പുതിയ കമ്മീഷന്റെ പരിധിയിലേക്ക് വന്ന് അത് വലിയൊരു കാര്യമാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഒരു ഉടച്ചുവാർപ്പ് തന്നെ വേണം. അവിടെ ആരെ ഏൽപ്പിക്കാൻ കഴിയും? അങ്ങനെ ഏൽപ്പിക്കണമെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിയെ പോലുള്ള അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ത്യ പോലൊരു ഫെഡറേഷൻ അങ്ങനെയായിരുന്നു ഇദ്ദേഹത്തെ അടക്കം ഉപയോഗിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ സേവനം അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഇത്തരത്തിലൊരു പക്ഷേ രാഷ്ട്രീയ ഞാൻ ആ ഒരു പദപ്രയോഗം ഉപയോഗിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം ശ്രീരംപിള്ള സാറേ, രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെന്ന് നമ്മളൊക്കെ തന്നെ പലപ്പോഴും ആക്ഷേപിക്കുന്ന ആ ആളുകൾക്ക് അവരെല്ലാം ഇങ്ങനെ ഒരു പദവി രാജ്ഭവനുകൾ കുറേയൊക്കെ തന്നെ ഒരുമാതിരി ഈ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളായി തരം താഴുന്നതായി പലപ്പോഴും ആക്ഷേപമുണ്ട്. അവിടേക്ക് ഇദ്ദേഹം വന്നതുകൊണ്ട് അതെല്ലാം തന്നെ വൃത്തിയാക്കപ്പെടുന്നു എന്നോ അത് ക്ലെൻസിങ് നടക്കുന്നു എന്നൊന്നും ധരിക്കേണ്ടതായിട്ടില്ല. ഇവിടെ പറ്റിയൊരു തെറ്റ് ഒന്ന് BJPയുടെ രാഷ്ട്രീയ നേതൃത്വം ഈ വിധത്തിൽ എടുത്ത ഒരു തീരുമാനം അദ്ദേഹത്തെ ഗവർണറാക്കാൻ. രണ്ടാമത്തെ തെറ്റ് അത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റാണ്. അത് ജസ്റ്റിസ് സദാശിവത്തിന് പറ്റിയൊരു തെറ്റാണ്. അദ്ദേഹം ഈ പദവി ഏറ്റെടുത്തു എന്നുള്ളത്. ഓഫർ ചെയ്യാം, രാഷ്ട്രീയ നേതൃത്വത്തിന് ഓഫർ ചെയ്യാം, ഗവൺമെൻറ്റിന് ഓഫർ ചെയ്യാം. പക്ഷേ അത്തരത്തിലൊരു ഓഫർ യഥാർത്ഥത്തിൽ അദ്ദേഹം മാന്യമായി അത് ഡിക്ലൈൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം വേണ്ടത്. അദ്ദേഹത്തിന് നൽകിയ ഒരു അംഗീകാരമായി കരുതിക്കൊണ്ട് അദ്ദേഹം മറ്റൊരു രാഷ്ട്രത്തിന് ഗുണകരമായ നിലയിലുള്ള ഒരു സേവനം അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. ഏതായാലും ചർച്ച അവസാനിപ്പിച്ച ഘട്ടത്തിൽ നിന്നൊരു ചെറിയ ഡീവിയേഷൻ വന്നതുകൊണ്ടാണ് ശ്രീ PS ശ്രീധരൻപിള്ള താങ്കൾക്ക് കൂടി ഒരു അഭിപ്രായം പറയാം. അദ്ദേഹം പറഞ്ഞത് രസകരമാണ്. BJPയുടെ അഭിപ്രായം താങ്കൾ ഉയർത്തിപ്പിടിച്ചു, നിലപാട് ഉയർത്തിപ്പിടിച്ചു. അതേസമയം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ബാർ അസോസിയേഷനുകൾ എടുക്കുന്ന വിയോജിപ്പുകളും അതൃപ്തിയും അതേ ആർജവത്തോടു കൂടി തന്നെ താങ്കൾ പ്രകടിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു എന്നൊരു സൂചന അതിലുണ്ടായിരുന്നു. ശ്രീ PS ശ്രീധരൻപിള്ള, ഈ ഇപ്പോഴത്തെ ചർച്ച ഈ വിവാദം അനാവശ്യമായി രാഷ്ട്രീയപ്രേരിതമായി ഉണ്ടായ വിവാദമാണ്. ഈ വിവാദം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിയമപരമായിട്ടോ ഒന്നുമില്ല. ധാർമ്മികത പറയുന്ന ആളുകൾ അവർ തന്നെയാണ്. ധാർമ്മികതയുടെ പേരിൽ ഇപ്പോൾ ഇത് പറയുന്ന ആളുകൾ തന്നെയാണ് ഫാത്തിമ ബീബിയെയും അതുപോലെ ജസ്റ്റിസ് കാങ്കിനെ കേരളത്തിൽ കൊണ്ടുവന്നത്. അത് മറക്കണ്ട അവസരവാദമാണോ? ഇത് ഒരു യുക്തിഭദ്രമായ നിലപാടല്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം നിർദ്ദേശിച്ച നിയമത്തിലെ ഭേദഗതികൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ജഡ്ജിമാരോട് ബന്ധപ്പെട്ടുള്ള നിയമനങ്ങളും റിട്ടയർമെൻറ്റുള്ള കാര്യങ്ങളുമൊക്കെ വീണ്ടും രാജ്യം ചർച്ച ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി ഞാൻ ഇവിടെ ആ നിലയ്ക്ക് പുതിയ ചർച്ചകൾ രൂപപ്പെടട്ടെ, സർക്കാർ പുതിയ നടപടികളിലേക്ക് പോകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കാം. എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ പുതിയ ഗവർണർ IP സദാശിവം കേരളത്തിലെത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിയമനത്തിന് പിന്നിലെ ധാർമ്മിക നൈതിക ചോദ്യങ്ങളാണ് വളരെ സജീവമായി ഉയർന്നത്. കേവല വിവാദങ്ങൾക്കപ്പുറത്തേക്കുള്ള ചില ഗൗരവമായ സാഹചര്യം അതിലുണ്ട് എന്ന ഒരു പൊതുബോധം കേരളത്തിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഗവർണർ പദവിയുടെ സമീപകാല അവസ്ഥയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ഒരുപക്ഷെ ഈ വിവാദം രൂപപ്പെടുന്നതിന് ഇടയാക്കിയിട്ടുണ്ടാവാൻ എല്ലാ സാധ്യതയും ഒരുക്കിയത്. വളരെയധികം നന്ദി PS ശ്രീധരൻപിള്ള, ഒപ്പം തന്നെ ഡോക്ടർ S സമ്പത്ത് MP, NK പ്രേമചന്ദ്രൻ MP ഞങ്ങളോട് സഹകരിച്ചത്.